പ്രിയമുള്ളവരെ, നമ്മൾ പഠനം എങ്ങനെ രസകരമാക്കാമെന്ന കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. പഠനം സുഖകരമാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഒരു കാര്യം നമ്മളുടെ പഠനം സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ് നമ്മളൊരു വീഡിയോയിൽ സംസാരിച്ചത്. മറ്റൊരു കാര്യം നമ്മളുടെ മൈൻഡ് സെറ്റ്. നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിനൊക്കെ വേണ്ടത് നമുക്കൊരു മനസ്സാണ്. നമ്മളൊരു ടോപ്പറാണ്, നമ്മളൊരു മിടുക്കനാണ്, അല്ലെങ്കിൽ ഒരു മിടുക്കിയാണ് എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ചില കുട്ടികൾ ടീച്ചർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ വീട്ടിൽ പേരൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയോ ആണ് പലപ്പോഴും പഠിക്കാനിരിക്കാറ്. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചധികം പേരെങ്കിലും ആ രീതിയിലാണ് ഇരിക്കാറ്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിന് കൊടുക്കുന്നത് ഒരു 25% ബാക്കി 75% എന്ന് പറയുന്നത് അവരുടെ ഫോഴ്സ് അല്ലെങ്കിൽ ആ പറഞ്ഞ ആളുകളുടെ ഫോഴ്സ് അല്ലെങ്കിൽ ആ പറഞ്ഞ ആളുകളുടെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പം നമുക്ക് പഠനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം നമ്മളുടെ മനസ്സോടുകൂടി നമ്മൾ ചെയ്യുക, ഇഷ്ടത്തോടുകൂടി നമ്മൾ ചെയ്യുക. ഒരു കാര്യം നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടുകൂടി നമ്മളുടെ മനസ്സോടുകൂടി ചെയ്യുമ്പോൾ അതിൽ 100% ആത്മാർത്ഥത ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കുട്ടി പഠിക്കാനിരുന്നാൽ, ആരുടെയും ഫോഴ്സ് ഇല്ലാണ്ട് നമ്മൾ പഠിക്കാനിരുന്നാൽ അത് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും പഠനത്തിലേക്ക് അല്ലെങ്കിൽ പഠിക്കാനിരിക്കാറ്. അങ്ങനെ ഇരിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. സ്വയം മനസ്സാലെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ കൊച്ചു കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരെ പിടിച്ചിരുത്തിയാൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് മുതിർന്ന ക്ലാസ്സുകളിൽ ഉള്ള കുട്ടികളെ സംബന്ധിച്ചാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ മറ്റു പല കാര്യങ്ങളും ആരുടെയും നിർബന്ധമില്ലാതെ നമ്മൾ ചെയ്തു പോകാറുണ്ട്. ഒരാളുടെയും നിർബന്ധം നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമ്മളോട് ഒരാളുടെയെങ്കിലും വീട്ടിൽ, ആരുടെയെങ്കിലും വീട്ടിൽ മൊബൈൽ ഫോൺ ആരെങ്കിലും അച്ഛനോ അമ്മയോ നമ്മളോട് പറയണോ, നിങ്ങൾ കുറച്ച് നേരം ഫോൺ കണ്ടോളൂ അല്ലെങ്കിൽ കുറച്ച് നേരം ഗെയിം കളിച്ചോളൂ എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് ആ അവസരം കിട്ടിയാൽ നമ്മളതെടുത്ത് നമ്മുടെ സന്തോഷപ്രകാരം ചെയ്യും. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പഠനം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരു മനസ്സോടുകൂടി ഒരു താല്പര്യത്തോടുകൂടി ചെയ്താൽ അത് അതിൻ്റെ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും. അല്ലാത്തിടത്തോളം കാലം നമ്മൾ അതിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. നമുക്കൊരു മനസ്സോടുകൂടി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ശരിയാക്കി നമ്മളൊരു മനസ്സോടുകൂടി ഇരുന്നാലുള്ളൊരു ഗുണം, നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത് പഠിച്ച് തീർക്കണം എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളത് ഏത് സോഴ്സിൽ എന്ത് റിസ്ക്കും എടുത്ത് നമ്മളത് എന്ത് ചെയ്യും, നമ്മൾ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷെ നമ്മൾ മനസ്സോടുകൂടിയല്ല ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആ സമയത്ത് അവിടെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇത് കൃത്യമായി മനസ്സോടുകൂടി നമ്മൾ പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പഠനം രസകരമാക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യം. ഓക്കെ, താങ്ക് യു.